Welcome to BSc Collisions. അതിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് നമ്മൾ ചർച്ച ചെയ്തു. അടുത്തത് ഒബ്ലീക്ക് ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റിൻ്റെ തിയറി മുഴുവൻ നമ്മൾ ഈ ന്യൂട്ടൺസിലൊക്കെ സ്ഫിയേഴ്സ് തമ്മിലുള്ള കൊളിഷനാണ് ചർച്ച ചെയ്യുക. അവിടെ രണ്ട് ലൈൻസ് ഡിഫൈൻ ചെയ്യും. ഈ സ്ഫിയേഴ്സ് ടച്ച് ചെയ്യുന്ന സമയത്ത്, കൊളിഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ അതിനെ കോമൺ നോർമൽ എന്ന് പറയും, അല്ലെ ലൈൻ ഓഫ് സെൻറ്റേഴ്സ് എന്നും പറയും. ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ ഒരു കോമൺ ടാൻജൻറ്റ് നമുക്ക് സങ്കല്പിക്കാം. ഇതിൽ കൊളിഷന് മുമ്പുള്ള രണ്ട് സ്ഫിയേഴ്സിൻ്റെയും വെലോസിറ്റീസ് ലൈൻ ഓഫ് കോമൺ നോർമലി കൂടെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുക. നേരെ മറിച്ച് വ്യത്യസ്ത ഡയറക്ഷനിൽ കൂടെ വന്ന് കൊളൈഡ് ചെയ്യുകയാണെ അതാണ് ഒബ്ലീക്ക് ഇമ്പാക്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ, ഇത് ഈ ഡയറക്ഷനിൽ വരുന്നു, എന്നിട്ട് രണ്ടും കൂടെ ഒരു ചെറിയ ഒരസലുണ്ടാകും. ഇവിടെ ഈ ടാൻജൻഷ്യൽ പ്ലെയിനിൽ കോമൺ ടാൻജൻറ്റിൽ കൂടെ ഒരു ചെറിയ ഒരസൽ നടക്കും, ഫ്രിക്ഷൻ ഉണ്ടാവാം. എന്നിട്ടിത് ഓരോ വ്യത്യസ്ത ഡയറക്ഷൻസിൽ കൊളിഷന് ശേഷം പോകുന്നു. ഇതാണ് ഒബ്ലീക്ക് ഇമ്പാക്റ്റ്. ഈ ഒബ്ലീക്ക് ഇമ്പാക്റ്റ് നടക്കുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന് കോമൺ നോർമലി കൂടെ, മറ്റൊന്ന് അതിന് പെർപെൻഡിക്കുലറായിട്ട്. ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ കോമൺ ടാൻജൻറ്റിന് പാരല്ല. അപ്പോൾ കോമൺ ടാൻജൻറ്റിന് പാരലായിട്ടുള്ള വെലോസിറ്റി മാറുമോ ഇല്ലയോ, കൊളിഷൻ മൂലം മാറുമോ ഇല്ലയോ എന്നുള്ളത് ആ സർഫസിനെ ആശ്രയിച്ചിരിക്കും. സ്മൂത്ത് സ്ഫിയേഴ്സ് ആണെങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ ഇല്ല എന്ന് നമ്മൾ അനുമാനിക്കണം. ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ, അതായത് ഇൻ ദി ആബ്സെൻസ് ഓഫ് എ ഫോഴ്സ് വെലോസിറ്റി വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒബ്ലീക്ക് ഇമ്പാക്റ്റിൽ സ്മൂത്ത് സ്ഫിയേഴ്സ് ആണെങ്കിൽ കോമൺ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിൽ ഒരസിൽ നടക്കുമ്പോഴും ഫ്രിക്ഷനൊന്നും ഇല്ല. ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻസ് എപ്പോഴും കൊളിഷന് മുമ്പും കൊളിഷന് ശേഷവും സെയിമായിട്ട് നിൽക്കും. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കിതിനി ഒന്ന് നോക്കാം. ഇപ്പോൾ കൊളിഷൻ, ബിഫോർ കൊളിഷൻ ഇത് കോമൺ സെൻറ്റേഴ്സാണ്. ഇത് ഫസ്റ്റ് സ്ഫിയറിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u1, ദറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ α1 വിത്ത് കോമൺ നോർമൽ. ഇതിൻ്റെ സെക്കൻഡ് സ്ഫിയറിൻ്റെ വെലോസിറ്റി u2, ആംഗിൾ α2. ഈ u1 u2 രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് കോമൺ നോർമലി കൂടെ ഇതിൻ്റെ u1 cos α1, ഇത് u1 sin α1. ഇത് കോമൺ നോർമലിന് പാരലായിട്ട്, ഇത് കോമൺ ടാൻജൻറ്റിന് പാരലായിട്ട്. ഇതിൻ്റെ കമ്പോണൻസ് u2 cos α2, u2 sin α2. അപ്പോൾ ഇവിടെ നമുക്ക് u1 അറിയാം, u2 അറിയാം, α1 അറിയാം, α2 അറിയാം. ഈ 4 ഫാക്ടേഴ്സ് നമുക്കറിയാം. കൊളിഷന് ശേഷം ഇതിൻ്റെ വെലോസിറ്റീസ് v1ഉം v2 ആണെന്നിരിക്കട്ടെ, അത് ഏതെങ്കിലും ഡയറക്ഷൻസിലായിക്കോട്ടെ, അത് കോമൺ നോർമലായിട്ടുള്ള ആംഗിൾ θ1, θ2. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. v1 cos θ1 കോമൺ നോർമലി കൂടെ, v1 sin θ1 കോമൺ ടാൻജൻറ്റിന് പാരലായിട്ട്. ഇതിൻ്റെ v2 cos θ2, v2 sin θ2. ഇവിടെ 4 അൺനോൺസ് ഉണ്ട്. v1, v2, θ1, θ2. ഈ 4 നമുക്ക് അൺനോൺസാണ്. 4 നോൺ ക്വാണ്ടിറ്റീസ് ഉണ്ട്, u1, u2, α1, α2. അതുപയോഗിച്ച് നമുക്ക് 4 ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് 4 അൺനോൺസ്, കൊളിഷന് ശേഷമുള്ള 4 അൺനോൺസ് സോൾവ് ചെയ്യാം. v1, v2, θ1, θ2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ, സ്മൂത്ത് സ്ഫിയേഴ്സ് ആണെങ്കിൽ കോമൺ ടാൻജൻറ്റിന് പാരലായിട്ട് ഫ്രിക്ഷനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റീസിന് മാറ്റമുണ്ടാവില്ല.
സ്ഫിയർ 1ൻ്റെ കോമൺ ടാൻജൻറ്റിന് പാരലായിട്ടുള്ള വെലോസിറ്റി u1 സൈൻ ആൽഫ 1. കൊളീഷന് ശേഷം അതിൻ്റെ വെലോസിറ്റി കോമൺ ടാൻജൻറ്റിൽ കൂടെ v1 സൈൻ തീറ്റ 1. ഇത് രണ്ട് സെയിം ആയിരിക്കും. ഫോഴ്സ് ഉണ്ടെങ്കിലേ വെലോസിറ്റി മാറുള്ളല്ലോ. ഇപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ u1 സൈൻ ആൽഫ 1 വിൽ ബി ഈക്വൽ ടു v1 സൈൻ തീറ്റ 1. ഇതുപോലെ സെക്കൻഡ് സ്ഫിയറിന് u2 സൈൻ ആൽഫ 2 must be equal to v2 sin theta 2. ഇവ രണ്ട് ഇക്വേഷൻസ് കിട്ടി നമുക്ക്. അപ്പോൾ ഇനി നോക്കാം. അപ്പോൾ സൈൻ കമ്പോണൻസ് ആർ അൺഅഫക്റ്റഡ് ബൈ കൊളിഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു v1 സൈൻ തീറ്റ 1 ഈക്വൽസ് u1 സൈൻ ആൽഫ 1, v2 സൈൻ തീറ്റ 2 ഈക്വൽസ് u2 സൈൻ ആൽഫ 2. ഇക്വേഷൻസ് 1 and 2. ഇനി കോമൺ നോർമലി കൂടി ഉള്ള വെലോസിറ്റി കമ്പോണൻസിന് നമുക്ക് രണ്ട് റൂൾ അപ്ലൈ ചെയ്യാം. ഒന്ന് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, കോമൺ നോർമലി കൂടുള്ള കമ്പോണൻസിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ ന്യൂട്ടൺസ് ലോ ഓഫ് ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൊളിഷൻ എന്ന് പറയുന്നതും കോമൺ നോർമലി കൂടെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് ആ റൂള് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് v1 മൈനസ് v2 by u1 minus u2 equals minus e, where e is the coefficient of substitution. അത് കോമൺ നോർമലി കൂടുള്ള കമ്പോണൻസിനാണ് ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അലോങ് ദി കോമൺ നോർമൽ, ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ ഈക്വൽസ് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ. അപ്പോൾ കോമൺ നോർമലി കൂടുള്ള കമ്പോണൻസ് എടുക്കുമ്പോൾ m1 v1 cos theta 1 പ്ലസ് m2 v2 cos theta 2 equals m1 u1 cos alpha 1 plus m2 u2 cos alpha 2. That is equation number 3. In Newton's law of impact, rule of impact, v1 cos theta 1 minus v2 cos theta 2 equals minus e into u1 cos alpha 1 minus u2 cos alpha 2. That is equation number 4. അപ്പോൾ ഈ ന്യൂട്ടൺസ് റൂൾ എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് ഇമ്പാക്റ്റ് നടക്കുമ്പോൾ നമ്മൾ കോമൺ നോർമലി കൂടെ മാത്രമേ വെലോസിറ്റി ഉള്ളൂ. അതിന് വേണ്ടിയാണ് ഈ ന്യൂട്ടൺസ് റൂള് ഒബേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒബ്ലീക്ക് ഇമ്പാക്റ്റിൽ കോമൺ നോർമലി കൂടെയുള്ള കമ്പോണൻസ് വേണം അവിടെ ഉപയോഗിക്കാൻ. ഇനി ഇക്വേഷൻ 4നെ m2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇക്വേഷൻ 3യുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 4 into m2 ആൻഡ് ആഡ് ടു ഇക്വേഷൻ 3. എന്നിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദാറ്റ് യു ക്യാൻ ഡു യുവർ സെൽഫ്. v1 cos theta 1 സിംപ്ലിഫൈ ചെയ്തെടുക്കണം. v1 cos theta 1 ഈക്വൽസ് m1 u1 cos alpha 1 plus m2 u2 cos alpha 2 minus em2 into u1 cos alpha 1 minus u2 cos alpha 2 the whole divided by m1 plus m2 എന്ന് കിട്ടും. അപ്പോൾ v1 cos theta 1 ഒരു ടേം കിട്ടി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ ചെയ്യേണ്ടത് ഇക്വേഷൻ 4നെ m2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇക്വേഷൻ 3യോടുകൂടി 3യുമായിട്ട് ആഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഇക്വേഷൻ 4നെ m1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇക്വേഷൻ 3യിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്യുക. ഇക്വേഷൻ 4 into m1 ആൻഡ് സബ്ട്രാക്റ്റിംഗ് ഫ്രം ഇക്വേഷൻ 3. അവിടെ നമുക്ക് v1 cos theta 2 സോൾവ് ചെയ്യണം. അപ്പോൾ v1 cos theta 2 വിൽ ഗെറ്റ് ഇറ്റ് ആസ് m1 u1 cos alpha 1 പ്ലസ് m2 u2 cos alpha 2 plus em1 into u1 cos alpha 1 minus u2 cos alpha 2 the whole divided by m1 plus m2. That is equation number 6. In equation 1 സ്ക്വയർ ചെയ്യണം, ഇക്വേഷൻ 5 സ്ക്വയർ ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ സ്ക്വയറിങ് ആൻഡ് ആഡിങ് ഇക്വേഷൻസ് 1 and 5 we will get v1 സ്ക്വയർ. കാരണം ഒന്ന് v1 സൈൻ തീറ്റ 2 v1 cos equation 1 is v1 sin theta 1 അത് equals u1 sin alpha 1.
ഇക്വേഷൻ 5 എന്ന് പറയുന്നത് V1 കോസ് തീറ്റ 1. അപ്പോൾ ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് V1 സ്ക്വയറും കിട്ടും. അപ്പോൾ V1 സ്ക്വയർ കിട്ടും, അതുപോലെ അപ്പോൾ V1 കിട്ടും. ഇനി ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ തീറ്റ 1 കിട്ടി. ഇപ്പോൾ രണ്ട് അൺനോൺസ് ആയി, V1 കിട്ടി, തീറ്റ 1 കിട്ടി. ഇതുപോലെ യൂസിങ് ഇക്വേഷൻസ് 2 and 6 we can solve for V2 square and tan theta 2. അപ്പോൾ കൊളിഷന് ശേഷമുള്ള 4 അൺനോൺസ് V1, V2, തീറ്റ 1, തീറ്റ 2, ഈ 4ഉം ഇതുപോലെ സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല, അത് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇത്രയും കാണിച്ചു കൊടുത്താൽ മതി. ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇനി ഡിസ്കഷൻ ഫോമിൽ ചർച്ച ചെയ്യാം. പ്രോബ്ലംസും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യണം. കുറേ കോൺസെപ്റ്റുകൾ വരാനുണ്ട്. വി വിൽ സീ സച്ച് തിങ്സ് ഇൻ ദി കമ്മിങ് പോസ്റ്റിങ്സ്. താങ്ക് യു.